ഹലോ, ഷാനസ് കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. റവയും ശർക്കരയും കുറച്ച് തേങ്ങയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സെയിം പാനിൽ തന്നെ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇത് അധികം മധുരമില്ലാത്ത ശർക്കരയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മധുരമുള്ള നല്ല കറുത്ത ശർക്കര ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ സമയം നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ വലിയൊരു പാത്രം 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റവ ഞാൻ വറുക്കുന്ന വീഡിയോ ഒരുപാട് അങ്ങോട്ട് ലെങ്തായിട്ട് എടുത്തിട്ടില്ല. നല്ലതുപോലെ വറുത്തെടുക്കണം റവ. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നമ്മൾ സ്റ്റൗ കത്തിച്ച് വെക്കേണ്ട. എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടുകടല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ എന്താ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, നമുക്കിനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ എള്ള് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു സ്നാക്സിന്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ ഇതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത്, കട്ട കുത്തും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, കൈ എടുക്കാണ്ട്. എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ശർക്കര എത്തുന്ന രീതിയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റവ നന്നായിട്ട് വറുത്തെടുക്കണം. ഞാനത് കുറച്ച് സമയം മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിവിടെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും തടവിന് ശേഷം പെട്ടെന്ന് തന്നെ ചൂടാറുന്നതിന് മുന്നേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ അതിൽ കുറച്ച് നെയ്യ് തടവിന് ശേഷം ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് ആക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ചൂടാറിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മക്കൾക്ക് ചൂടാറാൻ ഒട്ടും സമയമില്ല. മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം. അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മിനിമം 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ അത് കുറച്ച് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതാണ്. മധുരമുള്ള എന്ത് ഉണ്ടാക്കിയാലും അവന് ക്ഷമിക്കാനുള്ള ഇതില്ല. അവന് പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്തെടുക്കണം. ഭയങ്കര ഇഷ്ടമാണ് അവന് മധുരം. അപ്പോൾ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് നമ്മുടെ റവ വെച്ചിട്ട് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെറീസും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനസ് കിച്ചൺ ആൻഡ് വ്ളോഗ്.